ാണ് മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ സംസ്കാരം നടക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. കാവാലത്ത് നമുക്കറിയാം മറ്റൊരു സംസ്ഥാനത്തായിരുന്നു ആയുഷും മാതാപിതാക്കളും ഉണ്ടായിരുന്നത്. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ നല്ല റാങ്ക് നേടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചപ്പോഴാണ് രാഹുലും കുടുംബാംഗങ്ങളും മാതാപിതാക്കളടക്കം ഇവിടെ കാവാലത്തുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ താമസമാക്കിയത്. എല്ലാ ആഴ്ചയും വളരെ കൃത്യമായി തന്നെ വീട്ടിലെത്തി മടങ്ങിയിരുന്ന ആൾ 4 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടെ നമുക്കറിയാം ക്ലാസ് ആരംഭിച്ചിട്ട് കുട്ടികളുമായൊക്കെ ഒരു പരിചയമൊക്കെ വരുന്ന സമയം. ആലപ്പുഴയുമായി നേരത്തെ തന്നെ നല്ല ബന്ധമുണ്ടായിരുന്ന ആയുഷാണ് ഇപ്പോൾ ഇത്തരത്തിൽ മണ്ണിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നത്. ശരണ്യ സ്നേഹജനുണ്ട്. ശരണ്യ, മറ്റു വിവരങ്ങൾ? 10 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ മതപരമായ ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ട് മൃതദേഹം ചിതയിലേക്ക് എടുത്തിരിക്കുകയാണ്. ആയുഷിന്റെ കാവാലത്തെ അച്ഛന്റെ വീട്ടിലാണ് ഈ സംസ്കാരം നടക്കുക. കാരണം ആയുഷിന്റെ അച്ഛനും അമ്മയും ഈ ആയുഷ് മടങ്ങുന്ന കുടുംബം വർഷങ്ങളായി ഇൻഡോറിലാണ്. അവിടെ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മടങ്ങിയെത്തിയത്. 1.5 മാസക്കാലമേ ആയുള്ളൂ ആയുഷ് സ്ഥിരമായി ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. കാരണം MBBS അഡ്മിഷൻ കിട്ടിയതിന് ശേഷമാണ് ഈ ആയുഷ് തുടർച്ചയായി ഇങ്ങോട്ട് ഉള്ള വരവുകൾ തുടങ്ങിയത്. കാരണം ഈ ഒരു ആയുഷിന്റെ അച്ഛനും അമ്മയും ഒപ്പം തന്നെ ചേച്ചിയും അടങ്ങുന്ന കുടുംബം വർഷങ്ങളായി തന്നെ ജോലി സംബന്ധമായി അച്ഛന്റെ ജോലി സംബന്ധമായി ഇൻഡോറിലാണ് അവർ ഉണ്ടായിരുന്നത്. പിന്നീട് അച്ഛൻ അമ്മയുടെ കുടുംബത്തിലേക്ക് എത്തി. അവിടെ നിന്നും എൻട്രൻസ് കോച്ചിങ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയി. അങ്ങനെ ആണ് അഡ്മിഷൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 1.5 മാസം മുമ്പ് അഡ്മിഷൻ കിട്ടി. പിന്നീട് ഇവിടെ എല്ലാ വീക്കെൻഡുകളിലും, അതായത് വെള്ളിയാഴ്ച വരുന്ന ആളാണ്. ഇവിടുത്തെ നാട്ടുകാരുമൊക്കെയായി വളരെ പെട്ടെന്ന് തന്നെ പരിചയം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആകെ ഒരു സങ്കടത്തിലാണ് ഈ നാട് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ആയുഷിന്റെ മാതാപിതാക്കളാണ്. അവരെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയാത്ത ഒരു അവസ്ഥ തന്നെയാണ് എന്നുള്ളതാണ്. ആയുഷിന്റെ അച്ഛൻ ഷാജിയും അമ്മ ഉഷയും ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇൻഡോറിൽ നിന്ന് അവര് തിരുവനന്തപുരത്തേക്ക് എത്തുകയും അവിടെ നിന്ന് ഇവിടേക്ക് ഈ കാവാലത്തേക്ക് എത്തുകയും ചെയ്തത്. വൈകിട്ട് തന്നെ ഈ വീട്ടിലെ സാഹചര്യം നമുക്ക് വിവരിക്കാൻ പോലും കഴിയില്ല. കാരണം മാതാപിതാക്കളുടെ ദുഃഖം അത്രമേൽ ആയിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരുപാട് വലിയ സാഹചര്യങ്ങളിൽ നിന്നും ഒന്നുമല്ല ആയുഷ് പഠിച്ച് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിൽ ഒരു മികവാർന്ന നിലയിലേക്ക് ഉയർന്നു വന്നത്. അത് ഒരു ഫലപ്രാപ്തിയിലെത്തിക്കാനോ അത് പൂർത്തീകരിക്കാനോ കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ദുഃഖകരമായൊരു മടക്കം അത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ അമ്മയും സഹോദരിയും അവരെ അലമുറിയിട്ട് കരയുകയാണ്. അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കൊണ്ട് ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് എന്നുള്ളതാണ്. ഇപ്പോ ഇവിടെ കാവാലത്താണ് അവർക്ക് സാഹചര്യം വേണ്ടിയിട്ട് അത്രമേൽ ദുഃഖകരമോ. ആയുഷിന്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഒപ്പം അധ്യാപകരും സിരി മെഡിക്കൽ കോളേജിലെ അധ്യാപകരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും കുട്ടികളും ഒക്കെ ആകെ വിറങ്ങലിച്ച ഒരു അവസ്ഥയാണ്. കാരണം ഒരു വാക്കുപോലും ഇല്ലാതെ 5 പേരാണ് വളരെ പെട്ടെന്ന് അവർക്കിടയിൽ നിന്ന് മടങ്ങിപ്പോയത്. അതിന്റെ ഒരു ഷോക്കിലാണ് തന്നെ ഈ ക്യാമ്പസ്, TD ക്യാമ്പസ് എന്ന് തന്നെ നമുക്ക് പറയാം. ആ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. ഇവരെല്ലാവരും തന്നെ ഇവിടുന്ന് ഇനി ആയുഷിന്റെ ചടങ്ങുകൾ പൂർത്തീകരിച്ച ശേഷം കോട്ടയം മറ്റക്കരയിലേക്ക് പോകേണ്ടതുണ്ട്. 2 മണിക്ക് ദേവാനന്ദിന്റെ സംസ്കാരമാണ് അവിടെ. അപ്പോൾ അവിടേക്കും ഇവർ പോകണം. കോളേജ് ക്യാമ്പസിലെ തന്നെ ബസ്സിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. തിരിച്ച് ഇവിടെ നിന്നും ഈ കർമ്മങ്ങൾ പൂർത്തീകരിച്ചാണ് അവര് മടങ്ങി ഇനി അടുത്ത ഇടത്തേക്ക് പോകേണ്ടത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നമുക്കറിയാം കളറുകോട് ഇങ്ങനെ ഒരു അപകടം നടന്ന രാത്രി 9:30 മുതലുള്ള ആ സംഭവങ്ങൾ. അത് മെഡിക്കൽ കോളേജ് ആശുപത്രി ആണെങ്കിലും ക്യാമ്പസ് ആണെങ്കിലും അവര് ശരിക്കും വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥ. കാരണം അന്നുച്ചവരെ അവിടെ പരീക്ഷാ ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ്. അവരാണ് വൈകിട്ടോടുകൂടി ഇങ്ങനെ ഒരു അനാട്ടമി എക്സാമിന് ശേഷം അവരൊരു ചലച്ചിത്രം കാണുന്നതിനായാണ് ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടത്. പക്ഷെ കളറുകോട് നടന്ന ആ വാഹനാപകടത്തിൽ, കടുത്ത മഴയിൽ മഴയ്ക്കിടയിൽ നടന്ന ആ വാഹനാപകടത്തിൽ 5 പേരുടെ ജീവനാണ് കവർന്നെടുത്തത്. അതിദാരുണമായൊരു അപകടം തന്നെയായിരുന്നു അത് എന്ന് തന്നെ പറയാം. ഇതിന്റെ ഒരു ദുഃഖത്തിലാണ് ഇപ്പോഴും. ആ ഒരു ദുഃഖാന്തരീക്ഷം അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു.
ബാക്കിയുള്ളവരുടെയൊക്കെ സംസ്കാരം ഇന്നലെ നടന്നിരുന്നുവെങ്കിലും ആയുഷിന്റെയും ദേവാനന്ദിന്റെയും സംസ്കാരം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. രക്ഷകർത്താക്കൾ തന്നെ എത്തിയപ്പോൾ വൈകിട്ടായി. ഒപ്പം ഇനി ഉള്ളത് ചടങ്ങ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആയുഷിന്റെ മാതാപിതാക്കൾ, സഹോദരി, ബന്ധുക്കൾ, അങ്ങനെ എല്ലാവരും നമുക്ക് ആ ദൃശ്യങ്ങളത് കാണാം. വലിയൊരു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അതിൻ്റെ പരിക്കുകൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് ഇപ്പോഴും കാണാം. 5 പേരുടെ മരണത്തിനിടയാക്കിയ കളർകോട് വാഹനാപകടം. ആരും മൂടാനില്ലല്ലോ. അടുത്തായിട്ട് പട്ട് വലിച്ച് മുഖം മൂടാൻ പോവുകയാണ്. അതിന് മുൻപ് ആരെങ്കിലും കാണാനുണ്ടോ? ആരെങ്കിലും ഇപ്പൊ പുതിയതായിട്ട് വല്ലതും മകനുണ്ടോ? വല്ലതും കാണാനുണ്ടോ അവിടെ? പട്ട് വലിച്ച് മുഖം മൂടുന്നതിന് മുമ്പ് ആരെങ്കിലും കാണാനുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പട്ടോലിച്ച് മുഖം മൂടാൻ പോവുകയാണ്. ആരെങ്കിലും കാണാനുണ്ടോ? പട്ട് വലിച്ച് മുഖം മൂടുന്നതിന് മുമ്പായിട്ട് കയ്യെ കാല ശിരസ് കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ചുവിടാം. കാലക്കെട്ട് കെട്ടഴിച്ച് അവിടെ വെച്ചാൽ മതി കേട്ടോ. ഓർമ്മന്റെ കെട്ടഴിച്ച് വിട്ടാൽ മതി. ഊരണ്ട. ദൃശ്യങ്ങളിൽ കാണുന്നത് ഹൃദയഭേദകമായ കാഴ്ചകളാണ്. മാതാപിതാക്കളെയും സഹോദരിയെയും മറ്റും സമീപത്തു നിന്ന് മാറ്റി ഇപ്പോൾ സംസ്കാരം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സംസ്കാര ചടങ്ങുകളുടെ പട്ട് വലിച്ച് മുഖം മൂടുകയാണ്. അങ്ങോട്ട് പൊക്കോളാം. കൊള്ളി വെക്കാൻ ആഗ്രഹിക്കുന്നത്